ആദ്യമായി ഇങ്ങനെയൊരു സന്ദർഭത്തിൽ സഖാവിനെ പോലെ ഒരാളോട് കൂടി നിന്ന് സംസാരിക്കാൻ കഴിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അതായത് വെറും തിയറി മാത്രമല്ല, പ്രാക്ടീസും തിയറിയും ഒരുമിച്ച് നടത്തുന്ന ഒരാളോട് വളരെ കൃത്യമായി സിദ്ധാന്തപരമായി മാത്രമല്ല പ്രായോഗിക തലത്തിലുള്ള കാര്യങ്ങളെപ്പറ്റിയും നമുക്ക് സംസാരിക്കാൻ കഴിയും എന്നുള്ളത് വളരെ വളരെ സന്തോഷകരമായ കാര്യമാണ്. ഒരുപക്ഷെ എന്നെപ്പോലൊരാൾ കൂടുതൽ ഒബ്സർവ് ചെയ്യുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു തിയറിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതേസമയം പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരാൾ തിയറിയെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. തിയറിയെ പരിഷ്കരിക്കുന്ന പ്രാക്ടീസിനെ പരിഷ്കരിക്കുന്ന തിയറിയും, അതിനെയാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരാളോടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. എൻ്റെ ചോദ്യങ്ങൾ പലപ്പോഴും ഒരു പക്ഷേ ഗവേഷണപരമായ കാര്യങ്ങളിൽ നിന്ന് കിട്ടിയ ടെക്സ്റ്റുവലായ കാര്യങ്ങളും കൂടി ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൂടെ എന്നോടൊപ്പം തന്നെ പറയാവുന്ന കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൻ്റെ പകുതി കാലത്ത് മുതൽ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനമുണ്ട്. ഇപ്പം ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പഠന രീതിയെ സംബന്ധിച്ചാണ്. അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡയാക്രോണിക് എന്നും സിങ്ക്രോണിക് എന്നും രണ്ട് തലത്തിലാണ് പഠനങ്ങൾ നടക്കുക. ഡയാക്രോണിക് എന്ന് പറയുമ്പോൾ ചരിത്രത്തിൻ്റെ, അതായത് ഒരു ഭാഷയുടെ അല്ലെങ്കിൽ ഒരു മൂല്യത്തിൻ്റെ ചരിത്രപരമായ വളർച്ചയാണത് കാണിക്കുന്നത്. അത് പൂർണ്ണമായും ചരിത്രത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. മറ്റൊന്നെന്ന് പറയുന്നത് സിങ്ക്രോണിക് എന്ന് പറയും. എന്താണിത്, സിറ്റീസ് എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി, ഇപ്പോൾ ഇപ്പോഴത്തെ ഈ സ്ട്രക്ചറിൻ്റെ സ്ഥിതി എന്താണ്, ഇവിടുത്തെ മൂല്യങ്ങളുടെ സ്ഥിതി എന്താണ്, ഇവിടുത്തെ ഭാഷയുടെ സ്ഥിതി എന്താണ്, ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ സ്ഥിതി എന്താണ്, നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയുടെ സോഷ്യൽ സ്ട്രക്ചറിൽ ഈ പറയുന്ന മൂല്യങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വായിച്ചെടുക്കുന്നത്, എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നത് വായിച്ചെടുക്കുന്നതാണ്. അതായത് ഈ സോഷ്യൽ സ്ട്രക്ചറിൽ സോഷ്യോളജിക്കലായിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങൾ, സാമൂഹ്യശാസ്ത്രപരമായി നിലനിൽക്കുന്ന വാല്യൂ സിസ്റ്റത്തെ വായിച്ചെടുക്കുന്ന രീതിയാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന് നന്നായി സമന്വയിപ്പിക്കപ്പെടുമ്പോഴാണ് നല്ലൊരു പഠനം അല്ലെങ്കിൽ നല്ലൊരു അനാലിസിസ് അല്ലെങ്കിൽ നല്ലൊരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, ചരിത്രപരമായ വായന എന്ന പേരിൽ ഓരോരുത്തരും അവരുടെ ചരിത്രം സൃഷ്ടിക്കുകയാണ്. ചരിത്രപരമായ വായനയ്ക്ക് നമ്മൾ എതിരല്ല. പക്ഷേ ചരിത്രത്തിൽ സംഭവിക്കുന്നതെന്ന് പറയുന്നത്, ഇപ്പോൾ സംഭവിക്കുന്ന ചരിത്രത്തിനകത്ത് നമുക്കറിയാവുന്ന പോലെ ചരിത്രം പൂർണ്ണമായ വസ്തുനിഷ്ഠമായ ഒരു കാര്യമേ അല്ല. വസ്തുതകളെ അല്ലെങ്കിൽ ഫാക്ട്സിനെ ആളുകൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് അവരുടേതായ ചരിത്രം എഴുതുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നിലധികം ചരിത്രത്തിൻ്റെ പ്രസക്തി ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത്തരം ചരിത്രത്തിൻ്റെ അവസരത്തിൽ ആളുകൾ എന്താ ചെയ്യുന്നത്, ഒരു നവോത്ഥാന കാലഘട്ടത്തെപ്പറ്റി പറയുന്നു. 1800 അവസാന കാലം മുതൽ ഒരു പക്ഷേ 1900 ആദ്യകാലം വരെയുള്ള ഒരു കാലത്ത് നടന്ന മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മാറ്റങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതും ആ നടന്ന മാറ്റങ്ങൾ വളരെ പോസിറ്റീവായിരുന്നു എന്നുള്ളതും അതിൻ്റെ ക്രെഡിറ്റ് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമമുണ്ട്. ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം അത്. ഈ ചരിത്രപരമായ അനാലിസിസുകളെല്ലാം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരായ ആളുകൾ, ഉദാഹരണത്തിന് മഹാത്മാഗാന്ധി, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ ടി കെ മാധവൻ, പിന്നെ പന്നത്ത് പത്മനാഭൻ, ചട്ടമ്പിസ്വാമികൾ, അയ്യങ്കാളി, അതുപോലെ എന്താ പറയുന്നത് പൊയ്കയിൽ അപ്പച്ചൻ തുടങ്ങിയ മനുഷ്യരൊക്കെ ഇതിനകത്ത് ബന്ധപ്പെട്ട് പോയവരാണ്. ഇതിൽ കൂടാതെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട്. അവർ ക്രിസ്ത്യൻ മിഷണറിമാരും ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഇവർ ഓരോരുത്തരും ചെയ്യുന്ന ഇവരുടെ പിൻഗാമികളായി വന്ന് ഇന്ന് സമൂഹത്തിൽ സമുദായ സംഘടനകളുടെയും രാഷ്ട്രീയത്തിൻ്റെയും തലപ്പത്തിരിക്കുന്ന ആളുകൾ അവരുടേതാണ് ഈ നേട്ടം എന്ന് കണ്ടെടുത്താൻ, അപ്രോപ്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ശേഖരിക്കാൻ വേണ്ടി അവർ പറയുന്നത് എന്താണ്, ഇത് ഞങ്ങളാണ് ഇതിൻ്റെ നേതൃത്വം. അതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ളവരെ ഇകഴ്ത്തി കാണിക്കുകയും ചെയ്യും. എനിക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ്, മറ്റുള്ളതിൻ്റെ ക്രെഡിറ്റ് ഇല്ല എന്ന രീതിയിലാണ് പലപ്പോഴും കാണുന്നത്. അപ്പോൾ ചരിത്രപരമായ അത്തരം ഒരു ഇതിലേക്ക് നമ്മൾ എപ്പോഴും കടന്നു പോകുമ്പോൾ അതൊരു പോളിമിക്സ്, ഭയങ്കരമായ വിവാദമാവുകയും ആ വിവാദത്തെ പറ്റിയുള്ള ചർച്ചകളിൽ മാത്രം നമ്മൾ അങ്ങ് ആണ്ടുപോവുകയും ചെയ്യും. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് തീർച്ചയായും ചരിത്രത്തിൻ്റെ പ്രസക്തിയുണ്ട്, ആ ചരിത്രപരമായ അനാലിസിസിന് പ്രസക്തിയുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഭയങ്കരമായി, അതിനേക്കാൾ കുറച്ച് മെച്ചപ്പെട്ട രീതിയിൽ തന്നെ സിങ്ക്രോണിക്കായി സൊസൈറ്റിയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ മൂല്യങ്ങൾ എനിക്ക് തന്നെ സംശയമുണ്ട് യഥാർത്ഥത്തിൽ നവോത്ഥാനത്തെ മൂല്യങ്ങൾ എന്താണെന്നുള്ളത് തന്നെ സഖാവ് പറയും.
ആ നവോത്ഥാന മൂല്യങ്ങളുടെ ഇന്നത്തെ സ്ഥിതി എന്താണ്? അതാണ് ഒന്നാമത്തെ ഒരു ഇത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിലേതൊക്കെയാണ് അതത്ര ക്രിറ്റിസിസത്തിന് വിധേയമാവാത്തൊരു സാധനമല്ല. നവോത്ഥാന മൂല്യങ്ങൾ എന്ന് പറയുന്ന പല കാര്യങ്ങളും ശക്തമായ ക്രിറ്റിസിസത്തിന് വിധേയമായിട്ടുണ്ട്. പലരും അത് അംഗീകരിക്കുന്നുമില്ല. നമ്മൾ പറയുന്ന പോലെ ഈസി ആയിട്ട് എല്ലാവരും നവോത്ഥാന മൂല്യങ്ങളെ അംഗീകരിച്ചു എന്നല്ല, അംഗീകരിച്ചിട്ടില്ല. ഉദാഹരണം പറയാം, സണ്ണി കപ്രിക്കാടിൻ്റെ കാര്യം അതാണ്. അതേപോലെ തന്നെ MGS നാരായണൻ ആ രീതിയിലല്ല ഇതിലൊക്കെ കാണുന്നത്. ശ്രീ PK ബാലകൃഷ്ണൻ ആ രീതിയിലല്ല ഇതിനെ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒത്തിരി പേരുണ്ട്, കണ്ടവർ തന്നെ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. അതുപോലെയല്ല ഡോക്ടർ KN പണിക്കർ കണ്ടിട്ടുള്ളത്. അപ്പം നമ്മളീ പറയുന്നത് പോലെ ഒരു കോൺസെൻസസ് ഈ മൂല്യങ്ങളിൽ തന്നെ ഇല്ല. സാധാരണ ഒരു മനസ്സിൽ വയ്ക്കേണ്ട ഒരു കാര്യം അതാണ് എൻ്റെ ഒരു ചോദ്യത്തിൽ. അങ്ങനെയെങ്കിൽ എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ നവോത്ഥാന മൂല്യങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത്? ആ മൂല്യങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ ഈ സൊസൈറ്റിയിലെ പ്രസക്തി എന്താണ്? ഇനി ആ മൂല്യങ്ങളെ തന്നെ നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ടോ? ഈ കാലഘട്ടത്തിൽ പുതിയൊരു മൂല്യ സംഹിതയായി കൂടെ? ഇതാണ് അതിനകത്തെ ഒരു ഈ ബേസിക് ഈ ക്വസ്റ്റ്യൻസ് നിന്ന് തുടങ്ങാം. പിന്നീട് ഫസാവ് പറയുന്നത് കേട്ടിട്ട് നമുക്ക് മറുപടി പറയാം. പ്രിയപ്പെട്ടവരെ, ഈ നവോത്ഥാനത്തെ സംബന്ധിച്ച ഏതൊരാലോചനയും മനുഷ്യരാശിയുടെ എല്ലാവിധത്തിലുമുള്ള വിവേചനങ്ങൾക്കും ആധിപത്യങ്ങൾക്കുമെതിരായ ഒരു ബൗദ്ധിക ഉണർവിനെയാണ്, ഒരു സാംസ്കാരിക ഉണർവിനെയാണ് നമ്മൾ നവോത്ഥാനം, റിനൈൻസസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹിസ്റ്ററി ഓഫ് റിനൈൻസസ് എഴുതിയിട്ടുള്ള ഹഡ്സൺ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ആകൃതിയിൽ യൂറോപ്യൻ ലോകത്തെയാകെ അടക്കി ഭരിച്ചിരുന്ന കത്തോലിക്ക സഭയുടെയും അതിൻ്റെ പ്രത്യയശാസ്ത്രമായ സെമിറ്റിക് വേദങ്ങളുടെയും അടിസ്ഥാനങ്ങളെയാണ് നവോത്ഥാനം ചോദ്യം ചെയ്തത്. പ്രത്യേകിച്ച് നവോത്ഥാനത്തിൻ്റെ ചരിത്രം എഴുതിയിട്ടുള്ള എല്ലാ ആളുകളും ഇൻക്വിസിഷൻ്റെ മതകുറ്റവിചാരണകളുടെ മധ്യകാലഘട്ടത്തിലെ നീണ്ട സുദീർഘമായ ഒരു ഇരുണ്ട കാലഘട്ടത്തെയാണ് നവോത്ഥാനം വിചാരണ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നവോത്ഥാനത്തിൻ്റെ തന്നെ ഒരു വിചാരധാരയാണ് വിചാര വിപ്ലവകാരികളെന്നാണ് റൂസോക്ക് വിശേഷിപ്പിക്കുന്നത്. നവോത്ഥാനത്തിൻ്റെ തുടർച്ചയിൽ വന്ന വിചാര വിപ്ലവകാരികളാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുന്നത്, ജനാധിപത്യ വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ നവോത്ഥാനം എന്ന് പറയുന്നത് മനുഷ്യരെ മുന്നോട്ട് പോകുന്നതിന്, അവരുടെ ഭൗതികവും സാമൂഹികവുമായ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ ഭൗതിക ബന്ധങ്ങളെയും, അവിടെയാണ് ശ്രീകുമാറായിട്ട് ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് വിയോജിക്കുന്നത്. ചരിത്രത്തെ ഒരു കൺസെഷൻ മാത്രമല്ല, അത് കേവലമായ കൺസെഷൻ അല്ല. അതിലപ്പുറത്തെന്താണ് ചരിത്രം എന്ന് പറയുന്നത്? അതിനെ നിർണ്ണയിക്കുന്ന ശക്തികൾ കൂടിയാണ്. ഒരു മാർക്സിസ്റ്റ് ഭാഷയിൽ പറഞ്ഞാൽ ചരിത്രം എന്ന് പറയുന്നത് വർഗസമരത്തിൻ്റെ കൂടി ഭാഗമാണ്. അപ്പോൾ വർഗസമരം എന്ന് പറഞ്ഞാൽ ഉള്ളവനും അല്ലെങ്കിൽ തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള ഒരു മല്ലയുദ്ധം എന്നുള്ള അർത്ഥത്തില്ല. വർഗസമരം എന്ന് പറയുന്നത് ഒരു ചരിത്ര കാലഘട്ടത്തിന് മുന്നോട്ട് പോകാനാവാത്ത എല്ലാ ഭൗതിക ബന്ധങ്ങളെയും ആ ഭൗതിക ബന്ധങ്ങളെ നിർണ്ണയിക്കുകയും ദൃഢീകരിച്ച് നിർത്തുകയും ചെയ്യുന്ന മൂല്യവ്യവസ്ഥകളെയാകെ നമ്മൾ ഇന്ന് പറയുമ്പോൾ ഒരു ഐഡിയോളജിയെ, പ്രത്യയശാസ്ത്രത്തെ ആകെ ഉൾക്കൊള്ളുന്നതാണ് ഈ ക്ലാസ്റ്ററുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യരുടെ സാമൂഹ്യമായ മുന്നേറ്റഗതിയാണ് നമ്മൾ ചരിത്രം എന്ന് പറയുന്നത്. മനുഷ്യരുടെ ഈ സാമൂഹ്യമായ മുന്നേറ്റങ്ങൾക്ക് തടസ്സം നിന്ന മൂല്യങ്ങളാണ്. ഇപ്പോൾ ക്രൈസ്തവ സഭ സുദീർഘകാലം എന്താണ് ചെയ്തത്? വ്യക്തികൾ എന്ന് പറയുന്നത് അവരെല്ലാം തന്നെ എന്താണ് ഈ ലോകത്ത് മതത്തിന്, അതിൻ്റെ സഭയ്ക്ക് കീഴ്പ്പെട്ടവരാണ്. സഭയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത്. സഭയുടെ നിയമങ്ങൾക്കപ്പുറത്തൊന്നുമില്ല. പക്ഷേ അത് ചോദ്യം ചെയ്യപ്പെടുന്നത് എവിടുന്നാണ്? ഈ വിശ്വാസപരമായ ഒരു ആശയ പ്രപഞ്ചത്തെ അങ്ങേയറ്റം വിധ്വംസിക്കുന്ന രീതിയിൽ, അതിനെ വിധ്വംസകമായി കടന്നാക്രമിക്കുന്ന തരത്തിൽ ജ്ഞാനോദയത്തിൻ്റെ, പ്രത്യേകിച്ച് ഈ പ്രപഞ്ചത്തെ, പ്രകൃതിയെ ഒക്കെ സംബന്ധിച്ച പുതിയ അറിവുകൾ ഉണ്ടാകുകയാണ്. ഇപ്പം നമ്മൾ സാധാരണ നവോത്ഥാനമൊക്കെ പറയുമ്പോൾ എപ്പോഴും പറയുന്നതാണ് കോപ്പർനിക്കസ്. ഭൂമി എന്ന് പറയുന്നത് ഈ നിശ്ചലമായി ഇങ്ങനെ പരന്നു കിടക്കുന്ന ഒന്നാണ്. അങ്ങനെ പരന്നു കിടക്കുന്ന ഭൂമിയെ ഉരുട്ടിയെടുക്കുന്ന, അത് ഈ സൗരയൂഥത്തിൽ ഒരു ഗ്രഹം മാത്രമാണെന്നും അത് സൂര്യനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമാണെന്നും അതുകൊണ്ടാണ് രാവും പകലും ഒക്കെ ഉണ്ടാവുന്നത് എന്ന കോപ്പർനിക്കസിൻ്റെ കണ്ടുപിടുത്തം. സഭാകൃതി എന്താണ്? കോപ്പർനിക്കസിൻ്റെ ജീവിതകാലം മാത്രമല്ല, എത്രയോ നൂറ്റാണ്ടുകൾ എന്താണ് സഭയുടെ നിരോധിത ഗ്രന്ഥങ്ങളുടെ പട്ടികയിലായിരുന്നു കോപ്പർനിക്കസിൻ്റെ പുസ്തകം നിന്നത്. അപ്പം ഈ കണ്ടുപിടുത്തം എന്താണ്? വേദപുസ്തകങ്ങളുടെ ഈ ജ്ഞാന ആധികാരികത്തെ, അതിൻ്റെ ഒരു ആധികാരികത്തെ ചോദ്യം ചെയ്തു. കാരണം ഭൂമി ഇങ്ങനെ പരന്നു കിടക്കുന്നതായിട്ടാണ് വേദപുസ്തകം, അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് വന്നപ്പോഴെന്താണ്? മതത്തിൻ്റെ കർശനമായ നിയമങ്ങൾ
മതം മുന്നോട്ട് വെച്ചിട്ടുള്ള മനുഷ്യരുടെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ ചട്ടങ്ങളും നിയമങ്ങളും ചോദ്യം ചെയ്യപ്പെട്ടു. ക്രൈസ്തവ സമൂഹത്തിനകത്ത് തന്നെ ഒരു പ്രൊട്ടസ്റ്റൻ്റ്. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റൻ്റ് മുന്നേറ്റം, ബൈബിളിൻ്റെ പ്രാദേശിക ഭാഷകളിലേക്കുള്ള തർജ്ജിമ, ഇതെല്ലാം ചേർന്ന ഒരു ലോക പരിസരമാണ് യൂറോപ്പിൽ ഒരു 15-ാം നൂറ്റാണ്ടോടുകൂടി നവോത്ഥാനം എന്ന് പറയുന്ന നമ്മളിന്ന് വിവക്ഷിക്കുന്ന ഒരു സംജ്ഞയെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവകരമായ ഒരു സാമൂഹ്യ പ്രയോഗമാക്കി മാറ്റിയത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നം എന്ന് പറയുന്നത് മനുഷ്യരെല്ലാം തുല്യരാണ് എന്നുള്ളതാണ്. മതം, ജാതി, ലിംഗം, നിറം ഇതിൻ്റെയൊക്കെ പേരിൽ ഒരു വിവേചനവും പാടില്ല. മനുഷ്യരെല്ലാം തുല്യരാണെന്ന് മാത്രമല്ല, മനുഷ്യരെല്ലാം സ്വതന്ത്രരാണ്. അതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. അതിലപ്പുറത്തെന്താണ് ഈ മറ്റ് വർണ്ണത്തിൻ്റെയോ അല്ലെങ്കിൽ ലിംഗത്തിൻ്റെയോ ഇതിൻ്റെയൊക്കെ പേരിലുള്ള വേർതിരിവുകൾക്കപ്പുറത്ത് മനുഷ്യരെല്ലാം എന്താണ്? സഹോദരങ്ങളാണ്. അപ്പോൾ ആ നവോത്ഥാനത്തിൻ്റെ ഈ മഹത്തായ ദർശന പദ്ധതി നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന എന്താണ്? മനുഷ്യരെ നിറത്തിൻ്റെ പേരിൽ, മനുഷ്യരെ വംശത്തിൻ്റെ പേരിൽ, മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ പരസ്പരം ശത്രുക്കളായി പ്രഖ്യാപിച്ച് വംശീയ യുദ്ധങ്ങളുടെ, വംശീയമായ കടന്നാക്രമങ്ങളുടെ ഒരു ലോകത്ത് നിന്നുകൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നവോത്ഥാനത്തിൻ്റെ ഒരു ചരിത്രഗതിയിൽ വളരെ മുന്നോട്ട് പോയെന്ന് നമ്മളൊക്കെ അഭിമാനിക്കുന്ന പ്രബുദ്ധ കേരളം എന്നൊക്കെ വിളിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ പ്രബുദ്ധ കേരളത്തിൻ്റെ പോലും സാമൂഹ്യ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കേരളത്തിലെ ഏറ്റവും ഉന്നതയായ ഒരു ഉദ്യോഗസ്ഥക്ക് എന്താണ് ഒരു സ്വയം പ്രതിരോധം തീർത്തുകൊണ്ട് എന്താണ് ഓപ്പണായിട്ട് പരസ്യമായിട്ട് പറയേണ്ടി വന്നു. അവരുടെ നിറം എന്താണ്? അവർ ഈ കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഏറ്റവും ഉന്നതയായ ഒരു ബ്യൂറോക്രാറ്റാണ്. ഒരു ബ്യൂറോക്രാറ്റായിട്ടും അവരുടെ നിറം കറുപ്പായത് അവരുടെ ഒരു കുറവായി, അവരുടെ ഒരു മോശമായി ചിത്രീകരിക്കപ്പെടുകയാണ്. ആ രീതിയിൽ നമ്മുടെ ഒരു സാമാന്യബോധം ആ രീതിയിൽ എന്താണ് ചർച്ച ചെയ്യുകയാണ്. ഈ സാമാന്യബോധം എന്താണ് കാണിക്കുന്നത്? എത്രയോ സഹസ്രാബ്ദങ്ങളായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആര്യമൂല്യങ്ങൾ, പ്രത്യേകിച്ച് ബ്രാഹ്മണാധികാരത്തിൽ അധിഷ്ഠിതമായ മൂല്യങ്ങൾ, നമ്മൾ ചാതുർവർണ്ണ മൂല്യങ്ങൾ എന്ന് പറയുന്ന ആ മൂല്യങ്ങൾ ഇന്നും എന്താണ് നമ്മുടെ സമൂഹ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ നിൽക്കുകയാണ്. ആ മൂല്യങ്ങളുമായി ചേർന്നുകൊണ്ട് ശ്രീകുമാര, ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞു നിർത്തുകയാണ്. ആ മൂല്യങ്ങൾ എന്ന് പറയുന്നത് കൊളോണിയൽ അധികാരം എപ്പോഴും എന്താണ്? കോളനിവൽക്കരണത്തിൻ്റെ സുദീർഘമായ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വെള്ളക്കാരനാണ്, വൈറ്റ് മെൻ. ഇപ്പോൾ ഈ കോഴിക്കോട്ട് നിങ്ങൾ ഗൂഗിളിലേക്ക് പോയാൽ കോഴിക്കോട്ട് വൈറ്റ് സ്കൂൾ കാണും. നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കോഴിക്കോട്ട് എന്താണ് വൈറ്റ് സ്കൂളുണ്ട്. എന്താണ് ഈ വൈറ്റ് സ്കൂൾ എന്ന് അവർ വിശദീകരിക്കുന്നുണ്ട്. സുരേഷ് ശ്രദ്ധിച്ചിട്ടുണ്ടോ വൈറ്റ് സ്കൂളുണ്ട് കോഴിക്കോട്. ഒരു ഇംഗ്ലീഷ് മീഡിയം സെൻട്രൽ സിലബസ് അനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂളിൻ്റെ ഒരു മഹിമയായിട്ട് അവർ പറയുന്നത് അവർ വൈറ്റിൻ്റെ ഒരു ശുദ്ധി, വെള്ളക്കാരനാണ് അറിവുള്ളത്, വെള്ളക്കാരനാണ് ഈ ലോകത്തിൻ്റെ എല്ലാ അറിവും ഉണ്ടാക്കിയത് എന്ന രീതിയിൽ വൈറ്റാണ് ശുദ്ധിയുള്ളത്, വെളുത്ത നിറമാണ് ശുദ്ധിയുള്ളത്. അപ്പോൾ ഈ ഒരു വൈറ്റിൻ്റെ, വെള്ളക്കാരുടെ ഒരു വരേണ്യ ആധിപത്യ ബോധം ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. ഇപ്പോൾ 1860കളിലാണ് ഈ കുക്ലസ് ക്ലാൻ എന്ന് പറയുന്ന ഒരു സംഘടന അമേരിക്കയിൽ, ഇവിടുത്തെ RSSനൊക്കെ സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വംശീയ സംഘടന അവിടെ രൂപം കൊണ്ടത്. അവരാണ് വൈറ്റിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞത്. സ്കോട്ടിഷ് ആർമിയിലൊക്കെ ഉണ്ടായിരുന്ന വൈറ്റ് മെൻസ് ചേർന്നുകൊണ്ടാണ് ഈ സംഘടന ഉണ്ടാക്കുന്നത്. ഒരു തീവ്രവാദ സംഘടനയാണ്. ഭീകരമായ ആക്രമണങ്ങളാണ് കറുത്തവർക്ക്, സ്ത്രീകൾക്ക്, അതേപോലെ തന്നെ LGBT വിഭാഗങ്ങൾക്കൊക്കെ എതിരായിട്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കും. ഇവർ ഒരു നിയോ ഫാസിസ്റ്റ് ഓർഗനൈസേഷനാണ്, ഭീകര സംഘടനയാണ്. അപ്പോൾ ആ സംഘടന പറഞ്ഞ ആശയങ്ങൾ അമേരിക്കൻ സമൂഹത്തിൻ്റെ ഒരു പൊതുധാരയിൽ ഒരിക്കലും സ്വീകരിക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോഴെന്താണ് ട്രംപിൻ്റെ സിദ്ധാന്തം, കുക്ലസ് ക്ലാൻ്റെ സിദ്ധാന്തമാണ്. ഇപ്പോൾ ലോകം എങ്ങനെയാണ് വളരെ പ്രതിലോമകരമായ ഒരു പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിപ്രയാണത്തെ, ഈ തിരിച്ചുപോക്കിനെ, ഈ പഴയ മൂല്യങ്ങളുടെ, പഴയ യാഥാസ്ഥികതയുടെ, പഴയ വിദ്വേഷത്തിൻ്റെയൊക്കെ മൂല്യങ്ങളുടെ ഈ തിരിച്ചുവരവിൻ്റെ സന്ദർഭത്തിലാണ് നമ്മൾ നവോത്ഥാനത്തിൻ്റെ വർത്തമാനം കേരളീയ പരിസരത്തിൽ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. സഖാവ് പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന് പറയുന്നത് യൂറോപ്പിലെ റെനൈസൻസിൻ്റെ സംബന്ധിച്ച് പറഞ്ഞത് 100% ശരിയായ കാര്യമാണ്. എന്നാൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെയുണ്ട്. നമ്മുടെ കേരളീയ സന്ദർഭത്തിൽ നടന്ന പരിവർത്തനങ്ങൾ, അതായത് 1850 മുതൽ, ആ പീരീഡ് മുതൽ, അതായത് 1936 40 വരെയുള്ള പീരീഡുകളിൽ സംഭവിച്ച കാര്യങ്ങളെയാണ് ഇപ്പോൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് നമ്മൾ റെനൈസൻസ് എന്ന് പറയുന്നത്. യൂറോപ്പിൽ പറയുന്ന റെനൈസൻസ് എന്ന് പറയുന്ന നിർവചനത്തിലേക്ക് വരുന്നത് പോലെ ഒന്ന് ആയിരുന്നോ അത് എന്ന ചോദ്യം
വളരെ പ്രസക്തമായി വരുന്നുണ്ട്. ഞാൻ പറയാം കാര്യം. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സണ്ണി പറയുന്ന ഒരു കപ്പിക്കാട് പറയുന്ന ഒരു കാര്യം, അത് ജാതി വ്യവസ്ഥയെ കൂടുതൽ അന്ന് ഏറ്റവും ഇതിലെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യം സഹ പറഞ്ഞത് തന്നെയാണ്, മനുഷ്യനെ തുല്യനായിട്ട് കാണുക, ജാതി വ്യവസ്ഥയെ തന്നെ അഴിച്ചു പണിയുക എന്നുള്ളതായിരുന്നു. അവിടെ ഈ യൂറോപ്പിൽ സംഭവിച്ച റെനൈസൻസിനും അതിനു മുമ്പ് ഫ്രഞ്ച് വിപ്ലവത്തിനും ഒക്കെ സംഭവിച്ചതുപോലെയുള്ള അലകും പിടിയും മാറ്റിയ ഒരു വിപ്ലവ രീതിയിലുള്ള, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എന്ന് പറയും, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബ്രേക്ക്, ഒരു ഒരു വിച്ഛേദം സംഭവിക്കുന്ന ഒന്ന് നമ്മുടെ നാട്ടിൽ നടന്നോ എന്ന കാര്യത്തിൽ എനിക്ക് സീരിയസ് ആയ സംശയമുണ്ട്. അതാണ് പറയുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാതീയ സംഘടനകൾ അല്ലെങ്കിൽ സമുദായ സംഘടനകൾ അവരുടെ സോഷ്യൽ മൊബിലിറ്റിക്ക് ആവശ്യമായ കാര്യങ്ങൾ, ഇതൊരു ക്രിറ്റിസമായിട്ട് പറയുന്നതാണ്, സോഷ്യൽ മൊബിലിറ്റിക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു എന്നതിനപ്പുറത്തേക്ക് അതിനെല്ലാം നമ്മൾ ചേർത്ത് നല്ല കാര്യമാണ്. അതൊരു സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഭാഗമല്ലാതെ, അല്ലെങ്കിൽ നമുക്കതിനെ വിളിക്കാവുന്നതാണ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, സോഷ്യൽ ചേഞ്ച് എന്ന് വിളിക്കാം, സോഷ്യൽ മൊബിലിറ്റീസ് ഉണ്ടായി എന്ന് പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു നവോത്ഥാനം നമുക്കുണ്ടായോ എന്ന സംശയം. ഇപ്പം സണ്ണി പറയുന്നത് അങ്ങനെയാണ്. അതേപോലെ തന്നെ നമ്മുടെ MGS നാരായണൻ പറയുന്നതാണ്. MGS പറയുന്നത് അങ്ങനെ ഒരു റെനൈസൻസ് ഉണ്ടായേയില്ല. ഏതാണ്ട് ഇതേ ശബ്ദത്തിൽ തന്നെ PK ബാലകൃഷ്ണൻ പറയുന്നുണ്ട്. ഇപ്പം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ ഈ കാലത്ത് എന്തുകൊണ്ടാണ് പ്രതിലോമകരം എന്ന് നമ്മൾ പറയുന്ന ഈ കാര്യങ്ങൾ വന്നത്? ശരിയാണ്, കോസ്മെറ്റിക് ചേഞ്ചസ് ഉണ്ടായി, അത്യാവശ്യമായ പരിവർത്തനങ്ങളുണ്ടായി. പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ ഈ പറഞ്ഞതുപോലെ 1850-കൾക്ക് ശേഷമുള്ള ഈ കാര്യങ്ങളിൽ നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ മൂല്യങ്ങൾ ഈ ഒരു നവോത്ഥാനത്തിൻ്റെ തലത്തിലേക്ക് ഉയരുന്ന വിധത്തിലുള്ള ഒരു പരിവർത്തനമുണ്ടായോ എന്നാണ് ചോദ്യം. അല്ല, യൂറോപ്യൻ നവോത്ഥാനത്തിന് ഒരു പശ്ചാത്തലമായി വർദ്ധിച്ചത് യൂറോപ്പിലെ വ്യവസായ വിപ്ലവത്തിൻ്റെ കൂടി ഒരു സാമൂഹ്യ സന്ദർഭമാണ്. യൂറോപ്പിൽ ഒരു 11-ാം നൂറ്റാണ്ടോടുകൂടി തന്നെ ഒരു ആധുനിക ബൂർഷാവർഗം ജന്മം കൊണ്ട് കഴിഞ്ഞിരുന്നു. ആ ബൂർഷാസിക്ക് ആവശ്യമായ രീതിയിൽ ഉൽപ്പാദന ബന്ധങ്ങളുടെ അടിസ്ഥാനമായി നിൽക്കുന്ന, പ്രത്യേകിച്ച് പ്രധാനമായിട്ടും എന്താണ്, ഭൂമി ഉൾപ്പെടെ അതൊക്കെ തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിനെ സാമൂഹ്യവൽക്കരിക്കുകയോ അല്ലെങ്കിൽ അതിനെ സ്വതന്ത്രമായി ഉപയോഗിക്കാനോ കഴിയണം. അപ്പോൾ പരമ്പരാഗതമായ നമ്മുടെ ജന്മം പാട്ടം മര്യാദ വ്യവസ്ഥയുണ്ടല്ലോ, അതുകൊണ്ട് നടക്കില്ല. അപ്പോൾ അവർ ഭൂബന്ധങ്ങളിലൊക്കെ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കാൻ യൂറോപ്പിലെ ഈ വ്യവസായ വിപ്ലവത്തിൻ്റെ സന്തതിയായ ബൂർഷാസി തന്നെ മുൻകൈയെടുത്തു. ഇവിടെ അതല്ല സ്ഥിതി. ഇവിടെ എന്താണ്, കൊളോണിയൽ അധികാരത്തിന് കീഴിൽ ജന്മം കൊണ്ടൊരു ബൂർഷാസിയാണ്. അത് ബൂർഷാ വിപ്ലവങ്ങൾ ചരിത്രത്തിലേക്ക് കൊണ്ടുവന്ന ആധുനികമായ ഒരു മൂല്യങ്ങളോടും ഒരിക്കലും കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഞാൻ ബിർള 1930-കളിൽ എക്കണോമിക് ടൈംസിൽ എഴുതിയ ഒരു ലേഖനം സുനിത് കുമാർ ഘോഷ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ബിഗ് ബൂർഷാസിയെക്കുറിച്ചുള്ള പഠനത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. ബിർള ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ ഡിവിഷൻ ഓഫ് ലേബറിനെ സഹായിക്കും എന്ന് പറഞ്ഞ ആളാണ്. നല്ല ഉൽപ്പാദനക്ഷമതയുള്ള, നല്ല പ്രവർത്തനക്ഷമതയുള്ള അധ്വാനശേഷിയെ സൃഷ്ടിക്കുന്നതിന് ഒരു തൊഴിൽ വിഭജന സിദ്ധാന്തം എന്ന നിലക്ക് ജാതി വ്യവസ്ഥ സഹായകരമാകുമെന്ന് പറഞ്ഞ ബൂർഷാസിയാണ് ഇന്ത്യയുടെ ബൂർഷാസി. ജാതി വ്യവസ്ഥയെക്കുറിച്ച് 1853-ലും 58-നുമിടയിൽ 5 വർഷക്കാലം മാർക്സ് ഇന്ത്യയെക്കുറിച്ച് നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളിലെല്ലാം ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടനാവിശേഷമായിരിക്കുന്ന ജാതി ഇന്ത്യൻ സമൂഹത്തെ നിശ്ചലമാക്കിയിരിക്കുകയാണ്. ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നൊക്കെ പിന്നീട് നമ്മൾ ഭംഗിയിൽ നിർവഹിച്ച് പറയുന്നൊരു സംജ്ഞയുണ്ടല്ലോ, അത് ഇന്ത്യൻ സമൂഹത്തെ നിശ്ചലമാക്കുകയാണ്. ആ നിശ്ചലതയെക്കുറിച്ച് പറയുമ്പോൾ മാർക്സ് സൂചിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ പെറുക്കിത്തിനി കാലഘട്ടത്തിൽ നിന്നൊക്കെ പതുക്കെ മനുഷ്യർ ഈ കന്നുകാലികളെയൊക്കെ വളർത്തുന്നതും കൃഷി ആരംഭിക്കുന്നതും ഒക്കെ ഒരു ചരിത്രഘട്ടത്തിലേക്ക് വികസിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകം കണ്ടെത്തുന്ന ഒരു ചരിത്ര കാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായ വളർച്ച വൈദിക ബ്രാഹ്മണ്യൻ ജാതി വ്യവസ്ഥ സ്ഥാപിക്കുക വഴി അതവിടെ നിശ്ചലമായി പോവുകയാണ്. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൻ്റെ സാമൂഹ്യപരമായ പരിവർത്തനഗതിയെ തടയുകയാണ് ജാതി ചെയ്തത്. ഇത് കുറേ കൂടി ആഴത്തിൽ പരിശോധിച്ചിട്ടുള്ളതാണ് ഡോക്ടർ ലോഹിയ. അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചെറിയ ലേഖനങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ റൊട്ടി ബേട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ മാർക്സൊക്കെ കണ്ടതുപോലെ തന്നെ, അംബേദ്കറൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ ലോഹിയ പറയുന്നത് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് അതൊരു പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ പ്രത്യുൽപാദന ബന്ധങ്ങളുടെ ഈ ജാതിക്കതീതമായ
ഈ വിവാഹ ബന്ധങ്ങൾ, ദാമ്പത്യ ബന്ധങ്ങൾ, പ്രത്യുൽപാദന ബന്ധങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ ആവശ്യതയെക്കുറിച്ചൊക്കെ ആഴത്തിൽ ചിന്തിച്ചിട്ടുള്ള ഒരാളാണ് ഡോക്ടർ ലോഹിയ. അപ്പോൾ ലോഹിയെപ്പോലുള്ള ആളുകളൊക്കെ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയിൽ നിന്നാണ് ഇത് എഴുതുന്നത്. പക്ഷേ 1853 ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരത്തിന് 5 വർഷം മുമ്പ് മാർസ് ന്യൂയോർക്ക് ഡെയിലി ട്രിബ്യൂണിൽ വേണ്ടി എഴുതിയ ലേഖനങ്ങളിൽ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ ഇന്ത്യൻ ഗ്രാമീണ വ്യവസ്ഥകളെ നിശ്ചലമാക്കിയിരിക്കുകയാണ്. ചലനരാഹിത്യത്തിലേക്കാണ് ഇന്ത്യയെ എത്തിച്ചിട്ടുള്ളത്. ഇന്നും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം അത് തന്നെയാണ്. ഇപ്പം ജാതി ഇന്ത്യയിൽ എന്താണ്? ജാതി വ്യവസ്ഥ ഇന്ത്യൻ സമൂഹത്തെ ആകെ വരിഞ്ഞു മുറുക്കി അതിനെ എല്ലാ രീതിയിലുള്ള സാമൂഹ്യ പുരോഗതി അസാധ്യമാക്കുന്ന രീതിയിൽ വലിയ ഭീഷണിയാവാണ്. മറുവശത്ത് ഇതേ ജാതി തന്നെ എന്താണ്? അപ്പോൾ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു സിദ്ധാന്തം അനുസരിച്ച് ഇന്ത്യയിലെ ഹിന്ദുമതം എന്ന് പറയുന്നത് അനവധിയായ ജാതി മതം. ഇപ്പം കാനിഷ്മാരി കമ്മീഷണറുടെ വെബ്സൈറ്റിലേക്ക് നമ്മൾ പോയാൽ ആ വെബ്സൈറ്റിൽ 2011 ഇന്ത്യയുടെ സെൻസസ് നടന്നത്. ആ സെൻസസ് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് സെൻസസ് കമ്മീഷണർ പറയുന്നൊരു കാര്യമുണ്ട്. വളരെ വിചിത്രമായൊരു മതമാണ് ഹിന്ദുമതം. ആ മതത്തിലെ 3000 ജാതികൾ, 25,000 ഉപജാതികൾ, അതിലപ്പുറത്ത് എന്താണ് 10-55ഓളം ഗോത്രങ്ങൾ, അതേപോലെ തന്നെ വ്യത്യസ്ത റേഷ്യസ് നരവംശ ഗ്രൂപ്പുകൾ, ഇതെല്ലാമുള്ള വളരെ സങ്കീർണമായ ഒരു ഇന്ത്യൻ മതത്തിൻ്റെ പേരാണ് ഹിന്ദുമതമെന്ന് ഔദ്യോഗിക വെബ്സൈറ്റിൽ, നമ്മുടെ കാനേഷ്മാരി കമ്മീഷണറുടെ വെബ്സൈറ്റിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വ്യത്യസ്തമായ ജാതികളും ഗോത്രങ്ങളുമൊക്കെ അടങ്ങുന്ന വളരെ സങ്കീർണമായ ഒന്നാണ് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ. അത് എന്താണ്, വളരെ ഇന്ത്യൻ സമൂഹം വളരെ ഗോത്രാധിഷ്ഠിതമായ ഒരു ജനപദങ്ങളിൽ ജീവിച്ചിരുന്ന കാലത്ത് രൂപപ്പെട്ടു വന്ന ഒന്നാണ്. അപ്പോൾ ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ ഉൽപ്പത്തി എന്തായാലും ചാതുർവർണ്ണ്യം തന്നെയാണ്, കാര്യത്തിലൊരു സംശയമില്ല. നമ്മൾ ഒന്ന് വിശദീകരിച്ചെടുത്താൽ, ഇപ്പോൾ ഈ വിചാരധാര വായിച്ചിട്ടുള്ള ആളുകളുണ്ടാവുമല്ലോ ഇതിൽ. വിചാരധാരയിൽ ഇന്ത്യയുടെ സമാജ പുരുഷ സങ്കല്പം അവതരിപ്പിക്കുന്നത് ഗോൾവാൾക്കർ ഈ നമ്മുടെ ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിലെ പുരുഷ സൂക്തമാണ് ഗോൾവാൾക്കർ ഉദ്ധരിക്കുന്നത്. ആ പുരുഷ സൂക്തത്തിലെ വിരാട് പുരുഷ സങ്കല്പം, ഈ ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്ന് വന്ന ആൾക്കാർ ബ്രാഹ്മണർ, ഈ ഷോൾഡറിൽ നിന്ന് ബാഹുക്കളിൽ നിന്ന് വന്ന ആൾക്കാർ വൈശ്യര്, ക്ഷത്രിയർ, തുടയിൽ നിന്ന് വന്ന ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് ഈ 4 വർണ്ണങ്ങളെ കുറിച്ച് അദ്ദേഹം അവതരിപ്പിക്കുന്നു. ഈ സമാജ പുരുഷ സങ്കല്പം അനുസരിച്ച് RSS പോലും എന്താണ് ചെയ്തിരിക്കുന്നത്? ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനം പാസ്റ്റോറൽ ഗോത്ര ഘട്ടമാണ്. പാസ്റ്റോറൽ ഗോത്രഘട്ടത്തിലാണ് ഋഗ്വേദം രചിക്കപ്പെടുന്നത്. ആ കാലഘട്ടത്താണ് പുരുഷ സൂക്തം അവതരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഇപ്പോഴെന്താണ്, ഇപ്പോൾ ഇന്ത്യൻ ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള പുതിയ നറേഷൻസ് വരികയാണ്. സുരേഷ് സോണി എന്ന് പറയുന്ന ഒരു RSS ബുദ്ധിജീവിയുണ്ട്. മധ്യപ്രദേശിലെ ആളുകളുണ്ടാവും ഇവിടെ. മധ്യപ്രദേശുകാരനാണ് അദ്ദേഹം. ഈ വ്യാപം കുംഭകോണത്തിൽ അദ്ദേഹം ഏതോ ഒരു സർവകലാശാലയിൽ പ്രവർത്തിക്കുന്നവളെ വ്യാപം കുംഭകോണത്തിൽ അദ്ദേഹം പ്രതിയായിരുന്നു. അപ്പോൾ സുരേഷ് സോണി എഴുതിയിരിക്കുന്ന ഇന്ത്യൻ കാസ്റ്റിനെ കുറിച്ചുള്ള ഒരു പുസ്തകം, അതിന് അവതാരിക എഴുതിയത് RSSൻ്റെ ഉപാധ്യക്ഷനായിട്ടുള്ള മിസ്റ്റർ ഭയ്യാജി ജോഷിയാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ജാതി ഉണ്ടാക്കിയത് മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയുടെ സുവർണ ഭൂതകാലത്തെ നശിപ്പിക്കാനായി വന്ന മുഗളരാണ്. മുഗളർക്ക്, അവർ മുസ്ലിങ്ങളാണല്ലോ, അവർക്ക് എന്ത് വേണം? കന്നുകാലി മാംസം കഴിക്കണമായിരുന്നു. അപ്പോൾ ഈ കന്നുകാലി മാംസം കഴിക്കാൻ കന്നുകാലികളെ കൊല്ലുന്ന, അതിൻ്റെ തൊലിയുരിക്കുന്ന ചർമ്മകർമ്മ ജോലി ചെയ്യുന്ന ആളുകൾ വേണം. അപ്പോൾ അത് നമ്മുടെ വിശ്വാസം അനുസരിച്ച് പശുക്കൾ, ഗോക്കൾ എന്താണ്, നമ്മുടെ അമ്മയും ദൈവവുമാണ്. അതുകൊണ്ട് നമ്മളതിനെ കൊല്ലില്ല. അതുകൊണ്ട് എന്താണ്, ജയിലിൽ കിടക്കുന്ന നമ്മുടെ ആളുകളെ കൊണ്ട്, അത് ഔറംഗസീബിൻ്റെ പേര് എടുത്തു പറയുന്നുണ്ട്. എന്താണ്, ഔറംഗസീബിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ നമ്മുടെ ആളുകളെ കൊണ്ട് എന്താണ്, ഈ ചർമ്മകർമ്മ ജോലി ചെയ്യിച്ചു. അങ്ങനെ ചെയ്ത ആളുകളെ നമുക്ക് അടുപ്പിക്കാൻ പറ്റിയില്ല. ഇന്ത്യയിലെ അൺടച്ചബിലിറ്റിയുടെ, അസ്പൃശ്യതയുടെ ചരിത്രം പറയുകയാണ് സുരേഷ് സോണി ഈ പുസ്തകത്തിൽ. അപ്പോൾ പുതിയ വ്യാഖ്യാനങ്ങൾ വരികയാണ്. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ചരിത്രത്തെ എന്താണ് പിടിച്ച് നിലത്തടിക്കുന്ന രീതിയിൽ പുതിയ വ്യാഖ്യാനങ്ങൾ, പുതിയ നിർമ്മിതികൾ വരികയാണ്. അങ്ങനെയുള്ള ഒരു ചരിത്ര കാലഘട്ടത്തിൽ ഇന്ത്യയിലെ നവോത്ഥാനം എന്ന് പറയുന്നത് 1800 മഞ്ചേരി രാമയ്യരും ഇവിടെ മിതവാദി കൃഷ്ണനുമൊക്കെ ഇവിടെ നമ്മുടെ ഈ തളിക്ഷേത്രത്തിൻ്റെ, കോഴിക്കോട്ടെ ചാലപ്പുറത്തെ തളിക്ഷേത്രത്തിൻ്റെ അവിടെ ഈ ക്ഷേത്ര കമ്മിറ്റിക്കാരത്തെ അവിടുത്തെ ബ്രാഹ്മണർ സ്ഥാപിച്ച ബോർഡ് എടുത്തു കളയോടുകൂടി എന്താണ്, അവിടെ ഒരു വലിയ വിപ്ലവം നടന്നു. അവർ ബോർഡ് അടിച്ചിട്ടുണ്ട്. പോലീസ് കേസെടുക്കാൻ പാടില്ലെന്ന് മഞ്ചേരി രാമയ്യരും കൃഷ്ണൻ വക്കീൽ രണ്ടുപേരും അഭിഭാഷകരാണ്. രണ്ടുപേരും എന്താണ്, കലക്ടറോട് നേരിട്ട് സംസാരിച്ചു. ഇന്നത്തെ പോലെ ചേംബറിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. കലക്ടർ അടുത്തേക്ക് വന്നു, ബ്രിട്ടീഷ് കലക്ടറാണ്, കലക്ടറോട് സംസാരിച്ചു. അയാൾ നവോത്ഥാനത്തിൻ്റെയൊക്കെ ഒരു സ്വതന്ത്ര മൂല്യങ്ങളൊക്കെ ഉള്ള ഒരു യൂറോപ്പിൽ നിന്ന് വരുന്ന കലക്ടറാണ്. അപ്പോൾ അയാൾക്ക് ഇവർ പറയുന്ന കാര്യം മനസ്സിലായി. അന്നത് വലിയ നവോത്ഥാനമായിരുന്നു, വലിയ വിപ്ലവമായിരുന്നു. അപ്പോൾ കന്നുകാലികൾക്ക് നടന്നു പോകാൻ കഴിയുന്ന വഴിയിലൂടെ ജാതിയുടെ പേരിൽ താഴ്ന്ന ജാതിക്കാർക്ക് നടന്നു പോകാൻ കഴിയാത്ത അനീതികരമായ ഒരു സമ്പ്രദായത്തെ അവസാനിപ്പിക്കാനുള്ള
വളരെ വിപ്ലവകരമായ ഒരു ഇടപെടലാണ്. രണ്ടാളുകളാണ്, മഞ്ചേരി രാമയ്യരും അതേപോലെ തന്നെ ഈ കൃഷ്ണൻ വക്കീലും, രണ്ടുപേരുമാണ്. മിതവാദിയുടെ പത്രാധിപരായിട്ട് അദ്ദേഹം കോഴിക്കോട് താമസിക്കുന്ന സമയത്താണ്. പക്ഷേ ഇന്ന് ജാതിയെ എന്താണ് തങ്ങളുടെ ഹിന്ദുത്വ അജണ്ടയ്ക്ക് ആവശ്യമായ പുതിയ രീതിയിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ പഴയ ജാതിയല്ല ഇന്നത്തെ ജാതി. ഇപ്പം ഇന്ന് ഞാൻ ആബിദ് അടിവാരത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് വായിച്ചുകൊണ്ട് അതിനൊരു മറുപടി കുറിപ്പ് എഴുതിക്കൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ആബിദ് അടിവാരം പറയുന്നത് സവർണ സംഖ്യയേക്കാൾ അപകടകാരിയാണ് ആവർണസംഖ്യ. എന്താണ് അതിൻ്റെ ലോജിക്ക് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാബു ബജ്രംഗിയുടെ ഇപ്പോൾ ഇറങ്ങിയ എമ്പുരാൻ സിനിമയുണ്ടല്ലോ, ആ സിനിമയിൽ ഈ കാരവന് വേണ്ടി ബാബു ബജ്രംഗിയെ അഭിമുഖം ചെയ്ത് അവർ രഹസ്യമായി റെക്കോർഡ് ചെയ്ത ഒരു സംഭാഷണമുണ്ട്. ആ സംഭാഷണത്തിൽ ബാബു ബജ്രംഗി നിർദ്ദേശം കൊടുക്കുന്നത് എന്താണ്? ഈ അവർണരെ ഇറക്കണം, ദളിതരെ. കാരണം ഈ സവർണർക്ക് മനുഷ്യരെ കൊല്ലാനും ബലാത്സംഗം ചെയ്യാനും ഒക്കെ എന്തുണ്ടാവും? മടി. കണ്ടോ, സവർണർ ബലാത്സംഗം ചെയ്യാത്ത ആൾക്കാർ. ഈ ഹാത്രി ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഠാക്കൂർമാരാണ്. ഈ ബീഹാറിലെ എത്രയോ ഗ്രാമങ്ങൾ ഭൂമിഹാറാണ്. ഭൂമിഹാർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ തുല്യമായ ഒരു ജാതിയാണ്. ഭൂമിഹാരമാണ്. ഗ്രാമങ്ങൾ കടന്ന് സ്ത്രീകളെ റേപ്പ് ചെയ്യുകയും കൂട്ടത്തോടെ ഗ്രാമങ്ങൾക്ക് തീയിടുകയും ചെയ്ത് എന്നിട്ട് ബ്രാഹ്മണർ സവർണർ എന്താണ് ഇതൊക്കെ ചെയ്യാൻ മടിയുള്ള ആൾക്കാർ? അവർ വെജിറ്റേറിയന്മാരല്ലേ? അവരുണ്ടോ മനുഷ്യരെ കൊല്ലുന്നു? അവരുണ്ടോ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു? പക്ഷേ ആബിദ് അടിവാരം പറയുന്നത് എന്താണ്? എന്നാൽ ഈ ബാബു ബജ്രംഗിയുടെ സംഭാഷണത്തിൽ പറയുന്നത് ദളിതരെ ഇറക്കിക്കഴിഞ്ഞാൽ, അവർണരെ ഇറക്കിക്കഴിഞ്ഞാൽ അവരിതൊക്കെ ചെയ്തുകൊള്ളും. അപ്പം എന്താണ്? RSSൻ്റെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ അജണ്ടയിൽ, ആ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ അജണ്ടയിൽപ്പെട്ട് ഈ സംഘികളുടെ ദൗത്യം ഏറ്റെടുത്ത പാവപ്പെട്ട അവർണനാണ് ഏത് കുറ്റവാളി. സവർണർ മാന്യന്മാരാണെന്നുള്ള ആ പൊതുബോധം. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ലോകത്ത് നിന്നുകൊണ്ട് നമ്മുടെ ജാതി വിരുദ്ധ സമരത്തെ, നമ്മുടെ ദളിത് ഉദ്ധാനത്തിന് വേണ്ടിയുള്ള സമരത്തെ ഒക്കെ തന്നെ പുതിയ രീതിയിൽ വായിക്കാനും പുതിയ രീതിയിൽ സമീപിക്കാനും കഴിയേണ്ടതുണ്ട്. അവിടെ ആണ് പഴയ നവോത്ഥാനത്തെക്കാൾ പ്രത്യയശാസ്ത്രം വളരെ പ്രധാനമാണ്. പ്രത്യയശാസ്ത്ര നിബദ്ധമായിട്ട് മാത്രമേ നമുക്ക് ഇന്ന് നവോത്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. പഴയ നവോത്ഥാനത്തിൻ്റെ ആൾക്കാർ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, നമ്മുടെ തന്നെ സനാതന ധർമ്മത്തിൻ്റെ ഭാഗമായ കൃതികളും ശ്ലോകങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അതിലിങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗാന്ധിയും ഗുരുവും തമ്മിലുള്ള സുദീർഘമായ സംഭാഷണം, നീലകണ്ഠനും അതേപോലെ തന്നെ ഗാന്ധിയും തമ്മിലുള്ള അവിടെ നടന്ന ഇണ്ടംതുരുത്തി നടന്ന നീണ്ട സംഭാഷണം. ആ സംഭാഷണത്തിൽ ഗാന്ധി വായിച്ചിട്ടില്ലാത്ത, വള്ളത്തോൾ പിന്നീട് പറഞ്ഞത് അങ്ങനെ ഒരു ശങ്കര സംഹിത ഇല്ല എന്നാണ്. വള്ളത്തോൾ പറഞ്ഞത് അങ്ങനെ ഒന്നില്ല. അതെന്താണ്? നീലകണ്ഠൻ കള്ളം പറഞ്ഞതാണ്, നീലകണ്ഠൻ നമ്പൂതിരി കള്ളം പറഞ്ഞാണ്. പക്ഷേ ഗാന്ധി വായിക്കാത്തത് കൊണ്ട് അതിലുണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കാൻ കാരണം സനാതന കൃതികളിലുണ്ടെങ്കിൽ, ധർമ്മശാസ്ത്രത്തിലുണ്ടെങ്കിൽ ഗാന്ധിക്ക് അത് തള്ളിപ്പറയാൻ പറ്റില്ല. മൂപ്പര് ഒരു സനാതന ഹിന്ദു ആണല്ലോ. അതുകൊണ്ട് എന്താണ്, അതിലുണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കുക. അത് ഹാജരാക്കാൻ നീലകണ്ഠനോ ഇന്ന് വരെയുള്ള ഏതെങ്കിലും ബ്രാഹ്മണ പ്രമാണിമാർക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഞാൻ ഈ നവോത്ഥാനത്തെ വളരെ പ്രത്യയശാസ്ത്രപരമായ ഒരു ഇടപെടലിൻ്റെ പ്രശ്നമായിട്ട് കാണണം എന്ന് പറയുന്നത്. സഭ പറയുന്ന കാര്യങ്ങളോട് ഞാൻ പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം വളരെ കോൺട്രവേഴ്ഷ്യലായ ഒരു കാര്യം സഖാവ് EMS പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ അത് ശരി തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് ഗുരുവിനുൾപ്പെടെയുള്ള നവോത്ഥാന നായകരുടെ വിപ്ലവങ്ങൾ എന്ന് പറയുന്നത് ബൂർഷ്വാ വിപ്ലവം എന്നാണ് പറഞ്ഞത്. അപ്പോഴത് അതിനെതിരെ ഭയങ്കരമായ ഒരു എന്താ പറയുന്നത്, ഒരു റെസ്പോൺസ് ഉണ്ടായി, നെഗറ്റീവ് റെസ്പോൺസ്. ശരിക്കും അത് വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. EMSൻ്റെ കേരളം ഇന്നലെ ഇന്ന് നാളെ എന്ന് പറയുന്ന പുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ആളിലേക്ക് എത്തുന്നില്ല. ഈ നമ്മുടെ ഇത്തരം ചർച്ചകൾ ഇപ്പം വളരെ വ്യക്തിനിഷ്ഠമായിട്ടാണ് പോകുന്നത്. ഇപ്പം വൈക്കം സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ TK മാധവൻ, ശ്രീനാരായണ ഗുരു, മഹാത്മാഗാന്ധി, പിന്നെ അതുപോലെയുള്ള ആളുകൾ, ചട്ടമ്പി സ്വാമികൾ, ഇങ്ങനെയുള്ളവരുടെ ഒക്കെ പേരാണ്. ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടാണ് നമ്മളിപ്പോൾ സാധാരണ നമ്മളിപ്പം വൈക്കം സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ ഓർക്കുന്ന TK മാധവൻ, അതല്ലെങ്കിൽ ഗുരുവിൻ്റെ റോൾ എന്താണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തകൾ പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ വലിയ പ്രസക്തമായ ഒരു, ഞാൻ പറയുന്നൊരു കാര്യം, പ്രസക്തമായ കാര്യം അത് ശരിയാണ്. അതിന് റോൾ കണ്ടുവെത്തുകയോ എന്തും ആയിക്കോട്ടെ, അതിൻ്റെ ക്രെഡിറ്റ് അപ്രോപ്രിയേറ്റ് ചെയ്യുകയോ എന്തുമാവട്ടെ, അതിൻ്റെ ഒരു വർഗപരമായ, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമൂഹ്യശാസ്ത്രപരമായ, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമ്പത്തിക ശാസ്ത്രപരമായ, രാഷ്ട്രീയമായ ഒരു അടിത്തറ, അതിൽ നിന്നുകൊണ്ട് വളരെ കുറച്ച് പേരെ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ ധാരാളം ഇത് കേട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം ഗുരുവിൻ്റെ ഒരു ഇത്, അതല്ലെങ്കിൽ അയ്യങ്കാളിയുടെ ഒരു ഇത്, അതല്ലെങ്കിൽ പത്മനാഭൻ്റെ ഒരു കാര്യം, അതല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളുടെ, അല്ലെങ്കിൽ TK മാധവൻ്റെ ഒരു പ്രസക്തി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ ഈ നവോത്ഥാനം എന്ന് പറയുന്നതിനകത്ത് ഒരു സോഷ്യോ ഇക്കണോമിക് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അതിനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ EMS പറഞ്ഞത്
ഇതൊരു ബൂർഷ്വാ വിപ്ലവമാണെന്നും. അങ്ങ് അതിനെ ഒന്ന് കൃത്യമായി വിവരിച്ചാൽ കൊള്ളാം. അല്ല, നവോത്ഥാന ആശയങ്ങൾ ചരിത്രത്തിലേക്ക് കൊണ്ടുവന്നത് ആധുനിക വ്യവസായ വർഗമാണ്. ആ ആധുനിക വ്യവസായ വർഗത്തെ വിശേഷിപ്പിക്കുന്ന വാക്കാണിത്, ബൂർഷാസി. അപ്പോൾ ഇവിടെ ഈ ബൂർഷാസി ഒരു ചൂഷക വർഗമാണ് എന്ന അർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ വലിയ പ്രചരണമുണ്ട്. ഒരു ചൂഷക വർഗമാണ് വ്യവസായ ബൂർഷാസി എന്ന് പറയുന്നത്. അപ്പം ഒരാളെ ബൂർഷാ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു തെറി വിളിക്കുന്ന പോലെയാണ് ആളുകൾ കണ്ടത്. അതെന്ന് പറഞ്ഞാൽ ബൗദ്ധികമായ ഒരു വാമനത്വത്തിൻ്റെ പ്രശ്നം നമ്മുടെ പല ബൂർഷാ രാഷ്ട്രീയ നേതാക്കൾക്കുണ്ട് എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരുവിനെ EMS അതൊരു ബൂർഷാ വിപ്ലവമാണ് നവോത്ഥാനം, അത് ബൂർഷാസിയാണ് ചരിത്രത്തിൽ നവോത്ഥാനം നടത്തിയ ആ അർത്ഥത്തിലാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ ഇതിനെ ലളിതവൽക്കരിച്ച് കാണാൻ പാടില്ല. നമ്മുടെ നവോത്ഥാനം ഒരു ബൂർഷാസിയുടെ മാത്രം നേതൃത്വം നടന്ന ഒന്നാണോ? ഈ കേരളത്തിലെ ആർത്ഥത്തിലൊരു ബൂർഷാസി വളർന്നു വന്നിരുന്നു. അങ്ങനെയുള്ളൊരു വ്യാപാര വർഗം, ഒരു വ്യാപാര ബൂർഷാസിയൊക്കെ വളർന്നു വന്നിരുന്നു. ആ വ്യാപാര ബൂർഷാസിയുടെ പ്രതിനിധികൾ എന്ന നിലക്കാണ് ഇവിടുത്തെ SNDP യോഗമൊക്കെ സംഘടിപ്പിക്കാൻ സിലോണിലും മറ്റു പല സ്ഥലങ്ങളിലുള്ള പ്രവാസികളൊക്കെ തന്നെ വലിയ രീതിയിൽ സംഭാവനയൊക്കെ നൽകിയത്. ഡോക്ടർ പൽപ്പു ഇല്ലെങ്കിൽ ഒരു നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടാവില്ല. അദ്ദേഹം അവിടെ മൈസൂരിലെ അവിടുത്തെ ആരോഗ്യ വകുപ്പിൽ ജോലി ചെയ്യുമ്പോൾ സന്ദർഭവശാൽ വിവേകാനന്ദനെ കാണാനും വിവേകാനന്ദനുമായി കേരളത്തിൻ്റെ ഈ ജാതി ഉച്ചനീത്തങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനൊക്കെ കഴിഞ്ഞ ഒരു സന്ദർഭത്തിലാണ് വിവേകാനന്ദനോട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കാരണം വിവേകാനന്ദൻ കൽക്കത്തയിലെ ഒരു വ്യവസായ നഗരത്തിൽ വരുന്ന ആളാണ്. വിവേകാനന്ദൻ വരുന്നത് ഒരു പിന്നോക്ക കാർഷിക സമൂഹത്തല്ല, ഇന്ത്യയിൽ വ്യവസായം വികസിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് കൽക്കത്ത നഗരത്തിൽ വരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹമാണ് പറയുന്നത്, ഒരു ആധുനിക സംഘടന ഉണ്ടാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നിങ്ങൾക്ക് ഈ ജാതി വ്യവസ്ഥയെ മാറ്റാൻ പറ്റൂ, അതിനെതിരായിട്ട് സമരം ചെയ്യാൻ പറ്റൂ. അതിന് കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ആധുനിക ഭൂഷാ നേതാവിനെ വെച്ചാൽ ആളെ കിട്ടില്ല. കാരണം ജനങ്ങൾ മതവും അതിൻ്റെ മൂല്യങ്ങളൊക്കെ ആയിട്ട് ചേർന്ന് കിടക്കും. അതുകൊണ്ട് ജനങ്ങളിൽ സ്വീകാര്യതയുള്ള ഒരു സന്യാസിയെ മുൻനിർത്തി നിങ്ങൾ ഒരു സംഘടന ഉണ്ടാക്കണം. അങ്ങനെയാണ് ശ്രീനാരായണനെ മുൻനിർത്തി ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം എന്ന ഒരു സംഘടന ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വിദ്യാഭ്യാസമുള്ള പ്രാക്ടീഷണറായ ഒരു ഡോക്ടറാണ് അതുണ്ടാക്കുന്നത്. ഡോക്ടർ പൽപ്പുവാണ് അതുണ്ടാക്കുന്നത്. അപ്പോൾ ആധുനികത എന്ന് പറയുന്നത് ബൂർഷാ വിപ്ലവവുമായി ചേർന്ന് കിടക്കുന്ന ഒന്നാണ്. ആ അർത്ഥത്തിലാണ് എന്താണ് അതിനൊരു ചരിത്രപരമായി വിശേഷിപ്പിക്കുകയാണ് EMS ചെയ്ത്. അത് എന്താണ് കാര്യം മനസ്സിലാക്കാത്ത പല ആൾക്കാരും EMS ശ്രീനാരായണനെ ആക്ഷേപിച്ചാണ് ബൂർഷാസി എന്ന് വിളിച്ചിട്ട് ആക്ഷേപിച്ച്. ബൂർഷാസി മാത്രമല്ല, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ പെറ്റി ബൂർഷാസി എന്നൊക്കെ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ വളരെ മോശക്കാരായിട്ട് കാണുന്ന ആൾക്കാരാണ്. പെറ്റി ബൂർഷാസി എന്ന് പറഞ്ഞാൽ ചാഞ്ചാണ്ടക്കാരാണ്, വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളാണെന്നൊക്കെ പറയും. അതൊക്കെ ഒരു മാർക്സിസ്റ്റ് വിശകലനത്തിൻ്റെ ഒരു തിയററ്റിക്കൽ തലത്തിലുള്ള പ്രശ്നമാണ്. പക്ഷേ എന്താണ്, നമുക്ക് ഒരാളെ മോശക്കാരനാണെന്നൊക്കെ പറയാം, അവനൊരു പെറ്റി ബൂർഷാസിയ എന്ന് പറയും. പെറ്റി ബൂർഷാസി ഒരു മോശക്കാരനല്ല. അപ്പം എന്താണ്, നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഗണസംജ്ഞകളെ കുറിച്ചൊക്കെയുള്ള വേണ്ടത്ര സൈദ്ധാന്തിക സമഗ്രതയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത ഒരു സമൂഹം നടത്തിയ ഒരു എന്താണ് അത് വളരെ ഉപരിപ്ലവമായ ഈ ആക്ഷേപങ്ങളും വിമർശനങ്ങളുടെയും ഒക്കെ ഒരു ക്രമത്തിലാണ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഡോക്ടർ പൽപ്പുവിൻ്റെതാണ്. പലപ്പോഴും അവഗണിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഡോക്ടർ പൽപ്പുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സ്റ്റഡി നടത്തിയിട്ടുള്ളത് എൻ്റെ പ്രിയ സുഹൃത്തായ ഉദയകുമാറാണ്, JNUവിലെ ഉദയകുമാർ. വളരെ കൃത്യമായി അദ്ദേഹം പൽപ്പുവിനെ നന്നായി പഠിക്കുകയും അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പെറ്റീഷനിങ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ്. നമ്മളീ കാണുന്ന മലയാറി മെമ്മോറിയൽ, അതല്ലെങ്കിൽ ഈഴവ മെമ്മോറിയൽ, നായർ മെമ്മോറിയൽ എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങൾ, പെറ്റീഷനിങ് എന്ന് പറഞ്ഞ ഒരു പുതിയ മെത്തേഡ് അദ്ദേഹം കൊണ്ടുവരികയുണ്ടായി. അത് നടത്താൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞതുപോലെ അവരെ വെറുതെ പെറ്റീഷൻ കൊണ്ട് കൊടുക്കുകയല്ല. ഈ ആളുകളെ ഇപ്പം സഹ പറഞ്ഞതുപോലെ ഇത്രയും ആളുകളെ കൂട്ടി, അതായത് സമുദായത്തിൽപ്പെട്ടവരുടെ തന്നെയാണ്, അങ്ങനെയുള്ളവരുടേതായ ഒരു വലിയ ഒരു സമുദായത്തിൽ മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ മെമ്മോറിയലൊക്കെ പോയത് മറ്റു പല സമാന ചിന്താഗതികളുള്ള മറ്റു സമുദായങ്ങളിൽ നിന്നുള്ള ആളുകളും പോയിരുന്നു. അങ്ങനെ ശ്രീമൂലം തിരുവാണിനെ പോലെയുള്ളവരെ, അല്ലെങ്കിൽ നമ്മുടെ ബാലരാമവർമ്മയെ പോലെയുള്ള ആളുകളെ കണ്ട് പെറ്റീഷൻ കൊടുത്ത് അവരുടെ പ്രജാസഭയിൽ മെമ്പർമാരും കൂടെ ആയിരുന്നു. ആ പെറ്റീഷനിങ് എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയിലുള്ള ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ്റെ അടിസ്ഥാനമായി മാറി. ഇപ്പം സഹ പറഞ്ഞ ഏറ്റവും നല്ല ഇതെങ്ങനെയാണ് നമ്മൾ ഈ പറയുന്നത് പോലെ പുതിയ കണ്ടെത്തലുകൾ നടക്കുക. നമ്മളിതുവരെ പറഞ്ഞു വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് പുതിയ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരാളുടെ പ്രസക്തി, അദ്ദേഹത്തിൻ്റെ ഒരു മെത്തേഡ് അത് പുറത്തു വരണം. അപ്പോൾ ഇപ്പം പറയുകയാണെങ്കിൽ അദ്ദേഹം ബൂർഷ്വാസിയുടെ അല്ലെങ്കിൽ പെറ്റി ബൂർഷ്വാസി എന്ന് പറയാവുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ്. പക്ഷേ അങ്ങനെ ഒരാളെ എങ്ങനെയാണ് നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനം അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ടെർമിനോളജി ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുമ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരാളുടെ പ്രസക്തി, അങ്ങനെ കോൺട്രിബ്യൂഷൻ തള്ളിക്കളയല്ല. അതിൻ്റെ വ്യത്യാസം അതാണ്. കാര്യത്തിൽ ഇങ്ങനെ ഒരാളോ അയാൾ പെറ്റി ബൂർഷ്വായാണ്, അയാളുടെ ഇന്ന കാര്യങ്ങളാണ് ചെയ്ത് നെഗറ്റീവായി കാണുന്നതിന് പകരം അതിനെ കോണ്ടക്ച്വലൈസ് ചെയ്ത്
ആ സന്ദർഭത്തിനെ കോണ്ടക്ച്വലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കും ചരിത്രപരത എന്ന് പറയുന്നത്. അതാണ് ആ സന്ദർഭത്തിൽ ഇത് ചെയ്തു. അത്രയല്ലേ ഉള്ളൂ, കുറേ ജോലി വാങ്ങിച്ചു കൊടുത്തല്ലേ ഉള്ളൂ. ഇരുന്ന് ചിന്തിക്കുമ്പോൾ, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ അതൊന്നുമല്ല. പക്ഷേ അത് മുമ്പ് പറഞ്ഞ പോലെ ഒരു ബോർഡ് മാറ്റുക എന്ന് പറയുന്നതിനകത്തൊരു പരിവർത്തനത്തിൻ്റെ വലിയ അംശമുണ്ട്. അത്തരത്തിൽ ഡോക്ടർ പൽപ്പുവിൻ്റെ ഈ ഒരു ഇൻ്റർവെൻഷൻ വളരെ വളരെ പ്രസക്തമായ കാര്യമാണ്. എങ്കിൽ പോലും അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളീ പറയുന്നത് പോലെ വിപ്ലവം എന്ന വാക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിൽ പുതിയൊരു മൂല്യത്തിൻ്റെ വരവ് അതിനകത്തുണ്ടായിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അതുണ്ട് തന്നെ എന്ന് നമ്മൾ കാണണം. കാരണം മനുഷ്യരെല്ലാം വ്യത്യസ്തരാണ്. ഈ വിരാട് പുരുഷൻ്റെ മുഖത്തുനിന്ന് ജനിച്ച ആൾക്കാർ ശ്രേഷ്ഠരാണ്, അവർക്കേ വേദം പഠിക്കാൻ അധികാരമുള്ളൂ എന്ന് പറയുന്നൊരു വ്യവസ്ഥയാണ്. ക്ഷത്രിയർക്ക് മാത്രമേ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ, ഈ വൈശ്യർക്ക് മാത്രമേ കച്ചവടം ചെയ്യാൻ പാടുള്ളൂ, ശൂദ്രരെല്ലാം എന്താണ്, ഈ മുകളിലുള്ള ത്രൈവർണികരെ സേവിച്ച് കഴിയേണ്ടവർ മാത്രമാണ്. ഇനി ശൂദ്രർക്ക് കീഴെയും ആളുകളുണ്ടല്ലോ. നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. ശൂദ്രർക്ക് കീഴെയുള്ളവർ പഞ്ചമർ, ചണ്ടാളർ, ഇവരൊക്കെ ആരാണ്? ചാതുർവർണ്ണ്യത്തിൽ മനു അത് പറഞ്ഞില്ല, പക്ഷേ സൂത്രങ്ങളിൽ ബ്രഹ്മസൂത്ര ഭാഷ്യകാരൻ കൂടിയായിട്ടാണ് നമ്മൾ ശങ്കരനെ കൊണ്ടാടുന്നത്. എന്തായി ബ്രഹ്മസൂത്രം? ആ ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞത് എന്താണ്? ഈ 4 വർണ്ണങ്ങൾക്ക് താഴെ ജനിച്ച ആൾക്കാരുണ്ടല്ലോ, ദളിതരൊക്കെ എവിടെ ജനിച്ചവരാ? നമ്മളിപ്പോൾ ദേഷ്യം പിടിക്കുമ്പോൾ നമ്മളെ ഏറ്റവും അടുത്ത ആളെപ്പോലും എന്താ വിളിക്കുന്നത്? നമ്മളെ ഏറ്റവും ശ്രീകുമാറും ഞാനും ഭയങ്കര ഇൻ്റലക്ച്വലായിട്ടൊക്കെ ഇവിടെ ചർച്ച ചെയ്യുക. പക്ഷേ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താണ്? നായിൻ്റെ മോനെ എന്നാ പറയുക. എന്താ ഈ നായിൻ്റെ മോനെ വിളിയുടെ ഈ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള നമ്മുടെ തന്നെ ഈ ടെക്സ്റ്റുകൾ എവിടെയാണ് കിടക്കുന്നത്? സൂത്രങ്ങളിലാണ്. സൂത്രങ്ങൾ എന്താ പറഞ്ഞത്? പഞ്ചമരൊക്കെ പന്നികളുടെയും പട്ടികളുടെയും യോനി കഴിച്ചവരാണ്. മനുഷ്യരെന്ന ജന്മപരിഗണന പോലുമില്ലാത്ത, അങ്ങേയറ്റം മനുഷ്യോചിതമായ ഒരു തരത്തിലുള്ള പരിഗണനയും കൊടുക്കാത്ത നിർദ്ധയമായ ഒരു സാമൂഹ്യ നീതി തത്വമാണ് ഇവിടുത്തെ വേദങ്ങളും സൂത്രങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ മൂല്യവ്യവസ്ഥയെ ചോദ്യം ചെയ്യുകയാണ് ഒരാൾ ശൂദ്രനായതിൻ്റെ പേരിൽ, ഒരാൾ സ്ത്രീയായതിൻ്റെ പേരിൽ. ഇവിടെ ബിന്ദു ഇരിക്കുന്നുണ്ടല്ലോ, സ്ത്രീയായതിൻ്റെ പേരിലാണല്ലോ. ഈ ആർത്തവമുള്ള ശരീരമായതുകൊണ്ടാണല്ലോ ശബരിമലയിൽ കയറാൻ കഴിയാതെ പോയത്. വസിഷ്ഠസൂത്രമാണ് അത് പറഞ്ഞത്. ശബരിമല തന്ത്രി, ഞാൻ ഈ ചാനൽ ചർച്ചയ്ക്ക് പോകേണ്ടി വരുന്നുണ്ട്, ഈ ശബരിമല കേസ് പഠിക്കേണ്ട ഗതികേടുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാഹുൽ ഈശ്വറിൻ്റെ വലിയച്ഛൻ, മുത്തച്ഛൻ, അദ്ദേഹം ഇന്ത്യൻ ഹൈക്കോടതിക്ക് സമർപ്പിച്ചിട്ടുള്ള ഒരു അഫിഡവിറ്റ് ഉണ്ട്. ആ അഫിഡവിറ്റിൽ എന്തുകൊണ്ടാണ് അവർ ഈ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റുന്നത്, എന്നതിനെ എതിർക്കുന്നത് എന്ന ചോദ്യത്തിന് അവരൊരു ബ്രാഹ്മണനാണ്. ബ്രാഹ്മണനായ എനിക്ക് ബ്രഹ്മഹത്യാ പാപം ചെയ്ത ആളുകളെ ശബരിമലയിൽ കയറ്റാൻ പറ്റുമോ? സ്ത്രീകൾ ബ്രഹ്മഹത്യാ പാപം ചെയ്തവരാ. എന്താ ബ്രഹ്മഹത്യ ചെയ്ത? അവർ ബ്രാഹ്മണനെ കൊന്നിട്ടില്ല. കൊന്നാളാരാണ്? ഇന്ദ്രനാണ്. പക്ഷേ ഇന്ദ്രൻ കൊന്നപ്പോൾ ഇന്ദ്രൻ ഇരുന്ന് രക്ഷപ്പെടണമല്ലോ. ബ്രഹ്മഹത്യാ പാപം ഏറ്റവും വലിയ ശിക്ഷ കിട്ടുന്നതാണ്. അപ്പം ഇന്ദ്രൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ മൂപ്പരൊരു കൺസൾട്ടേഷനൊക്കെ നടത്തി വിഷ്ണുവൊക്കെ ഇട്ട് ആലോചിച്ചിട്ട് ഒരു പദ്ധതി ഉണ്ടാക്കി. ആ പദ്ധതി പ്രകാരം എന്താണ്? ഇന്ദ്രൻ്റെ ബ്രഹ്മഹത്യാഭാവം 4 ആളുകളിലേക്ക് പതിച്ചു കൊടുത്തു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അത് സ്ത്രീകൾക്ക് എന്താണ്, ഈ മാസമുറയായി അവർക്ക് ആർത്തവമായിട്ട് നൽകി. അപ്പോൾ ഈ മാസമുറയുടെ ഭാഗമായിട്ട് അവരുടെ ശരീരത്തിൽ നിന്ന് രക്തം പോകുന്നത് എന്താണ്? ഈ ബ്രഹ്മഹത്യാ പാപത്തിൻ്റെ കറയാണ്. ഇത് ഈ ആധുനിക കാലത്ത് ഈ 21-ാം നൂറ്റാണ്ടിൽ ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രി കുടുംബം, ഇന്ത്യയുടെ പരമോന്നത കോടതി ഭരണഘടന എടുത്തു നോക്കിയാൽ എന്താണ്, സയൻറ്റിഫിക് ടെമ്പറാണ് പറയുന്നത് ഭരണഘടന. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കണമെന്ന് പറയുന്ന ഒരു ഭരണഘടനയാണ്. വിശ്വാസ സ്വാതന്ത്ര്യം എവിടെയാണ്? ഭരണഘടനയുടെ 25-ാം ആർട്ടിക്കിളിൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ആചരിക്കാൻ, വിശ്വാസം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25-ലാണ്. ആർട്ടിക്കിൾ 26 പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 26 പറയുന്നത് നിങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും സമൂഹത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങൾക്ക് ഹാനികരമാവാൻ പാടില്ല.